എന്താണ് എന്തിനാണ് ഇവിടെ ഇടിച്ചത് അതാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ബോംബെയിലോ ഡൽഹിയിലോ ഒന്നുമല്ല. നമ്മൾ വണ്ടിപ്പെരിയാറിലാണ് നിൽക്കുന്നത്. വണ്ടിപ്പെരിയാറിലൊരു ആയോധന കലയുടെ ഒരു കിക്ക് ബോക്സിംഗ് കലയുടെ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് കിക്ക് ബോക്സിംഗ് ഒക്കെ പഠിക്കണം. പെൺകുട്ടികളടക്കം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ആലപ്പുഴ ജിംഖാനക്കകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലൊക്കെ തന്നെ കിക്ക് ബോക്സിംഗ് ഉൾപ്പെടെയുള്ള ആയോധന കലകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം വണ്ടിപ്പെരിയാറിലൊരു സ്ഥാപനം പ്രവർത്തനം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ സ്ഥാപകരും അതോടൊപ്പം തന്നെ അതിൻ്റെ മാസ്റ്റർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ നമ്മളോട് വിശദീകരിക്കും. എന്തായാലും ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതായത് ഇന്ന് കൂടി വരുന്ന മദ്യം മയക്കുമരുന്ന് ലഹരികൾ പോലുള്ള രാസവസ്തുക്കൾ കൊണ്ടുള്ള ലഹരി അത് സമൂഹത്തെയും നമ്മളെ കുട്ടികളെയും ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ തൻ്റേതായ ആരോഗ്യക്ഷമതയും കായികക്ഷമതയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കഴിയും. അപ്പം നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾ കുട്ടികളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കണം. അവരുടെ ആയോധന കലയും അവരുടെ ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കാനും മാനസിക വെല്ലുവിളികളും മാറ്റാനും കൂടി കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഒരു മൾട്ടിപർപ്പസ് ലെവലിലുള്ള ഒരു, അതായത് കരാട്ടെ ഉണ്ട്, കിക്ക് ബോക്സിംഗ് ഉണ്ട്, ഒപ്പം പുതിയതായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഒരു സ്റ്റണ്ടിങ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ സ്റ്റണ്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സിനിമ സ്റ്റണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിക്കണം. ആ സ്റ്റണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അതും കൂടി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ ഒരു ഇനാഗുറേഷൻ ഇന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനം എന്ന് നമുക്ക് ഒന്ന് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇടി എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഈ ഫീൽഡിൽ വണ്ടിപ്പെരിയാർ സ്വദേശിയായ മോബിനാണ് ഈ സ്ഥാപനത്തിന് ഇത് നൽകുന്നത്. അതായത് അതിൻ്റെ ഒരു പ്രവർത്തനം നടത്തുന്നത്, ഇവിടെ പരിശീലനം നടത്തുന്നത്. അപ്പം എന്തായാലും നല്ല സൂപ്പർ ഇടി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ തോന്നുന്നത്. അവന് നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് മോഹൻ. ഇപ്പോൾ ഫൈറ്റ് ക്ലബിൻ്റെ ഹെഡ് കോച്ചാണ് ഞാൻ. അതെ, അപ്പം എങ്ങനെയാണ് ഇവിടെ ഈ ലെവലിലേക്ക് എത്തിയത്? ഇവിടം വരെ ഇവിടെ വണ്ടിപ്പെരിയാറിലൊരു സ്ഥാപനം, ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറെപ്പാറിൽ നമ്മൾ ക്ലാസ് ഉണ്ട്. ഇതും ദൂരാവും. ഞാൻ വെറുതെ ഈ വീഡിയോ എടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയത്. പാടുണ്ട്. 2 വർഷമായി നമ്മളിത്. അതെ, അപ്പം ഏറെപ്പാറിൽ 2 വർഷമായിട്ട് നമ്മൾ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ചാണ്. വണ്ടിപ്പെരിയാർ കുറച്ച് വലിയ ടൗണാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് ഒരു എന്താ പറയുക MMA അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു 2 വർഷമായിട്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലം കിട്ടാൻ നമ്മൾ തപ്പി നടക്കുമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് എല്ലാം കിട്ടി, നമ്മളെല്ലാം സെറ്റാക്കി ഇന്ന് അതിൻ്റെ ഇനാഗ്രേഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്? മെയിനായിട്ട് നമുക്ക് മാർഷൽ ആർട്സാണ് ഫോക്കസ് ചെയ്യുന്നത്. മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കരാട്ടെ, ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, അതുപോലെ ഗ്രാപ്ലിംഗ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ആയോധന കലകളും പഠിപ്പിക്കുന്ന ഒരു അക്കാഡമിയാണ് നമ്മുടെ അക്കാഡമി. അല്ലേ, നമുക്ക് വേറെ ഇതുണ്ടോ, ബ്രാഞ്ചുകളുണ്ടോ? ഏലപ്പാല ബ്രാഞ്ചുണ്ട്, അതുപോലെ ഉപ്പുതറ, കൊച്ചുകണ്ടി, 3 ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ടുണ്ട്. പക്ഷേ ഈ MMA ഇവിടെ മാത്രമേ MMA നമുക്ക് ഏലപ്പാലയിൽ ഇവിടെ മാത്രമേ നമുക്ക് കാണാറുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് ഗുണമാകുന്നത്? ഒന്നാമത്തെ കാര്യം, ഫിസിക്കലി മെൻ്റലി പിള്ളേർ ഭയങ്കര സ്ട്രോങ് ആവും. നമുക്കറിയാം, ഇക്കാലത്ത് പിള്ളേർ ലഹരിയുടെ പുറകിലും ഡ്രഗ്സിൻ്റെ പുറകിലും നടക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് പിള്ളേർ വരണമെന്നുണ്ടെങ്കിൽ ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പിള്ളേരെ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെയിൻ എയിം നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നാണ് നമ്മൾ ഇവിടെ ഒരു നിങ്ങളുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പിള്ളേരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. മോബിൻ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ ഒരു കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആശാന്മാരാണ്, അതുപോലെ ഒരു മാസ്റ്റർമാരാണ് ഇവിടെ നമ്മളെ കുട്ടികളെയൊക്കെ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പം അതിലൊരു മാസ്റ്റർ നമ്മുടെ ശ്രീ രാജേന്ദ്രൻ മാസ്റ്റർ അല്ലേ? സാർ, എങ്ങനെയാണ് നമുക്ക് ഇത് കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് എങ്ങനെയാണ് അത് ഉപകാരപ്പെടുന്നത് എന്നുള്ളൊരു ഇത് പറയാം. എനിക്ക് ഈ ഫീൽഡിലൊരു 45 വർഷം 47 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്.
ഞാൻ ചെറിയ വയസ്സിൽ ഇത് പഠിക്കാൻ തുടങ്ങിയ ആളാണ്. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ ഒരു 10-20 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഞാൻ പഠിപ്പിച്ച ബ്ലാക്ക് ബെൽറ്റായി ഇപ്പോൾ ഇതിൻ്റെ MMA ഹെഡ് കോച്ചായിട്ട് നിൽക്കുന്ന ഈ മോഹൻരാജ് ഒരു 20 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ്. നിരവധി സ്കൂളുകളിലും അതുപോലെ തന്നെ പബ്ലിക് പ്ലേസുകളിലും നമ്മളിതുപോലെ ഡോജോ എല്ലാം ചെയ്ത് നമ്മൾ ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 4 വയസ്സ് മുതൽ ഒരു 60-65 വയസ്സുള്ള ആൾക്കാർ വരെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിരവധി സ്കൂളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ക്ലാസ്സുണ്ട്. ഏലപ്പാറ മെയിൻ ഡോജോയിലെ മാസ്റ്ററാണ് മോഹൻരാജ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യും കാലും നിലത്ത് ഉറപ്പിച്ച് നടക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് മുതൽ നമുക്ക് ശരീരത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ ആരുടെയും ബാലൻസ് ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരാൾക്കും അഭ്യസിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കരാട്ടെ, അതുപോലുള്ള ഈ കിക്ക് ബോക്സിങ്, MMA ഇതുപോലുള്ള കലകൾ. നമ്മളിപ്പോഴും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലകളാണ്. അപ്പോൾ നമ്മൾ നല്ല കോമ്പറ്റീഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും ആൾക്കാർ പഠിക്കുന്നത് മിസ്യൂസ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഏത് പ്രായത്തിലുള്ളവർക്കും എപ്പോഴും പഠിക്കാൻ പറ്റുന്നൊരു കലയാണ് ഈ പറഞ്ഞതെല്ലാം. അതിനകത്ത് മിക്സഡ് മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എടുത്ത് പറയാനുള്ള ഒന്നുമില്ല. അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർക്ക് മിക്സഡ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത്യാവശ്യം അതിൻ്റെ മീനിങ് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കരാട്ടെ ഉണ്ടാവും, കളരി ഉണ്ടാവും, യോഗ ഉണ്ടാവും, ബോക്സിംഗ് ഉണ്ടാവും, കിക്ക് ബോക്സിംഗ് ഉണ്ടാവും, മറ്റേ തായിച്ച് ഉണ്ടാവും, മറ്റേ എല്ലാം ഉണ്ട് ഇതിനകത്ത്. എല്ലാം ജൂഡോ, റെസ്ലിംഗ് ഇതെല്ലാം വരും. അതെല്ലാത്തിൻ്റെയും ബേസിക് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനും ഇത് മത്സരത്തിലൊക്കെ ഇറങ്ങി ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കലയാണ്. അതിന് ബേസ് ചെയ്ത് പഠിക്കാന്നുള്ളതാണ്, അടിസ്ഥാനപരമായിട്ട് ഇത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും ചെറിയ വയസ്സ് 4 വയസ്സുള്ള 60 വയസ്സുള്ളവരെ വരെ നമ്മളിപ്പോൾ 64 വയസ്സുള്ളവരെ വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ചീഫ് എക്സാമിനറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. 5th ഡിഗ്രി പരിപാടി നടക്കുമ്പോഴത്തേക്കും നമ്മൾ പോയി മാർക്ക് ഇടുന്ന ഒരു അത് മോനുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴും 4 വയസ്സുള്ളവരെ മുന്നിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? 4 വയസ്സുള്ള പഠിപ്പിക്കുന്ന അത് തന്നെയാണ്. അതായത് എഴുന്നേറ്റ് നിൽക്കാൻ ആ കെൽപ്പുള്ളപ്പോൾ തന്നെ ആ ഒരു സമയം തൊട്ട് ഏറ്റവും നമ്മൾ വീഴുന്ന ആ സമയം വരെ പഠിക്കാനൊരു ആയോധന കല എന്നാണ് നമ്മുടെ മാസ്റ്റർ പറയുന്നത്. നമുക്ക് ഇടുക്കി പോലുള്ള അല്ലെങ്കിൽ വണ്ടിപ്പെരിയാർ പോലുള്ള പ്രദേശത്തേക്ക് ഇത് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതെന്ന്? ഞാൻ 1984-85 കാലത്ത് ഈ വണ്ടിപ്പെരിയാറ്റിൽ നമ്മുടെ പാരത്തിന് തൊട്ടിപ്പുറത്തൊരു ഒരു പാരൽ കോളേജ് ഉണ്ടായിരുന്നു. നമുക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പാരൽ കോളേജിൽ തിയേറ്ററിൻ്റെ അടുത്ത് ആയിരിക്കാം. അന്ന് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ വന്നിട്ടാണ് മുണ്ടക്കയത്ത്. എൻ്റെ സ്വന്തം സ്ഥലം മുണ്ടക്കയമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പെരിയകുളത്താണ്. പെരിയകുളം മധുരയായിട്ടാണ് ഞാനിത് ഈ വിദ്യ പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാനിവിടെ വന്ന് ഈ പാരൽ കോളേജിൽ അന്നൊരു രാജു ആള് മരിച്ചു. രാജു രാജു ഒരു മനോഹരൻ. പിന്നെ നമ്മുടെ സത്രത്തിനടുത്ത് താമസിക്കുന്ന ചന്ദ്രൻ, ഒരു കുളന്തവേലു. ഇത്രയും ആൾക്കാർ അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന. പിന്നെ BSN ജോലി ഉണ്ടായിരുന്ന മരിച്ചു പാൽരാജ്. പാൽരാജ് അവരുടെയൊക്കെ സ്റ്റുഡൻ്റാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഞാനിവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അത്ര ഓർമ്മ വരുന്നില്ല. ആ കാലത്ത് ഇവിടെ വന്ന് ഞാൻ അന്നത്തെ കാലത്ത് പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ മാറി കോട്ടയം ജില്ല, എരുമേലി, പത്തനംതിട്ട ആ സ്ഥലത്തെല്ലാം മാറി പഠിപ്പിക്കാൻ പോയി. അതിനുശേഷം ഏലപ്പാറ ഞാൻ സെറ്റിലായി. അന്നേരം എൻ്റെ കൂടെ ഒക്കെ വന്ന് അഡ്മിഷൻ എടുത്ത് അന്നത്തെ ചെറിയ കുട്ടികളൊക്കെയാണ് ഇപ്പം ഇത് മാഷന്മാരായിട്ട് നിൽക്കുന്നത്. ഇയാളെ നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന ആളാണ് ഇപ്പം. കിക്ക് ബോക്സിംഗ് മെയിനായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇടുക്കി ജില്ലയിലോ കോട്ടയത്തൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഇതുപോലൊരു സംഭവം. മിക്സഡ് മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ഒരു സെൻറ്റർ. ഇതിപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ, അതായത് നല്ല ടൗണിൽ, അതായത് കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞുള്ള വലിയ ടൗണുകളിൽ ചെയ്യുന്ന ഒരു ഫെസിലിറ്റീസിൻ്റെ സൗകര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ നാട്ടിലെ കുട്ടികൾ ഇതിനകത്ത് പഠിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് പുറത്തൊന്നും പോയി ഭയങ്കരമായിട്ട് ഫീസ് കൊടുത്തു, ഒരു 10,000 രൂപയെങ്കിലും മാസത്തിൽ ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റുന്നൊരു ഫെസിലിറ്റി അല്ല ഇവിടെ ഉള്ളത് ഇപ്പോൾ. അപ്പോൾ അതാണ് നമ്മളൊരു സാധാരണ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ, ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത ശൈലി, നമ്മുടെ വരുമാനത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏത് രീതിയിൽ ഇവിടെ അത് ട്രെയിൻ ചെയ്യിപ്പിക്കാം, വലിയ കോസ്റ്റ്ലി അല്ലാതെ. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുൻകൈ എടുത്ത് ചെയ്യുന്ന മോഹൻരാജിൻ്റെ ഈ വലിയൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കരമാണ്. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, വലിയ ടൗണുകളിൽ ഇല്ലാത്ത ഉള്ള ഒരു സൗകര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് തന്നെയാണ്. അതായത് നേരത്തെ നമ്മൾ ഇത് തന്നെയാണ് സൂചിപ്പിച്ചത്. നമ്മൾ ഇടുക്കിയിലാണ്, വണ്ടിപ്പെരിയാറിലാണ്. ഇതുപോലെ വേറൊരു ക്ലബില്ല. അതെ, ക്ലബില്ല. അഥവാ ഇനി ഒരു ക്ലബ് ഉണ്ടായാൽ പോലും നമ്മുടെ അണ്ടറിലായിരിക്കും. അതെ, ഇനിയിപ്പം ഒരു ക്ലബ് ഉണ്ടായാൽ ഇതിന്റെ അണ്ടറിലാകും.
അപ്പം നമ്മുടെ കുട്ടികൾ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ. അപ്പോൾ എന്തായാലും 47 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ മാസ്റ്റർ, അതോടൊപ്പം തന്നെ 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ മോബിന്, ഇവരെയൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമാകട്ടെ. അവരെയൊക്കെ തന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ ഇവർക്ക് കഴിയട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അപ്പം ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നിലവിലെ ആയോധന കലകൾ, കളരി അടക്കം, അല്ലെങ്കിൽ കിക്ക് ബോക്സിങ്, കരാട്ടെ, കുംഫു തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മളിപ്പം കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കുട്ടികളെയൊക്കെ പറഞ്ഞേക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, കുട്ടികളുടെ ഒരു മാനസിക അവസ്ഥയെ, മാനസികമായ ഒരു പിരിമുറുക്കത്തെ കുറയ്ക്കുക. രണ്ടാമത്, അവർ കായികക്ഷമത വർദ്ധിപ്പിക്കുക. മൂന്നാമത്, അവരുടെ ആരോഗ്യപരമായ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കുക. ഇത് മൂന്നും നിലവിൽ ഇവർക്ക് ആവശ്യമായിട്ട് തന്നെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഇതൊക്കെ തന്നെ ഈ ഒരു ലഹരിയിലൂടെ എല്ലാം മാറാനായിട്ട് കഴിയും. അപ്പം അതിനുള്ള സൗകര്യം, അതായത് കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം പോലുള്ള വലിയ സിറ്റികളിൽ ലഭിക്കുന്ന ഒരു സൗകര്യമാണ് നമ്മുടെ വണ്ടിപ്പെരിയാറിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലുള്ള മുഴുവൻ ആളുകൾക്കും ഇത് പ്രയോജനകരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇവിടെ ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് സംഭവം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് പുതിയ യൂണിയൻ ബാങ്കിൻ്റെ മുകളിലത്തെ നിലയിലാണ്, ഏറ്റവും മുകളിലത്തെ നിലയിൽ. അപ്പം എല്ലാവരും ഇവിടെ വന്ന ബോക്സിങ്ങിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പ്രയോജനം കുട്ടികളിലേക്ക് എത്തിക്കണം എന്ന് മാത്രം ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.